ഡോക്ടർ മോഹൻ റോയ് നോക്കൂ, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല, അത് ഏത് സാഹചര്യത്തിലായാലും എന്നത് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇവിടെ നോക്കൂ, ഒന്നുമില്ലായ്മയിൽ നിന്നെന്ന് പറയുന്നില്ല, ഒരു ബിസിനസ് കുടുംബമായിരുന്നു എങ്കിൽ പോലും സ്വന്തം നിലയിൽ കെട്ടിപ്പടുത്ത ഒരു ബിസിനസ് സാമ്രാജ്യമാണ് റോയിയെ സംബന്ധിച്ചുണ്ടായിരുന്നത്. അദ്ദേഹം ആ ബിസിനസ് അത് വളരെ വേഗത്തിൽ തന്നെ അതിൻ്റെ ഒരു ഫ്ലറിഷിംഗ് ടൈമിലേക്ക് എത്തിയതാണ്. ആ വിധത്തിലൊക്കെയുള്ള ബിസിനസ് എങ്ങനെ കൊണ്ടുവരണമെന്നും എങ്ങനെ ആദായം ഉണ്ടാക്കണമെന്നും ഒക്കെ അറിയാവുന്ന ഒരു ബിസിനസ്സുകാരൻ തന്നെയാണ് റോയ് എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിന് മറികടക്കാൻ പറ്റാത്ത അത്രയുമുള്ള എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായതായി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് പോലും അറിവില്ല. അങ്ങനെ ഒരു സാഹചര്യവും ഇല്ല എന്നാണ് അവർ പ്രാഥമികമായി പറയുന്നത്, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായിരിക്കും അദ്ദേഹത്തെ ഈ മരണത്തിലേക്ക് തള്ളിവിട്ട സാഹചര്യങ്ങൾ? ഇതിപ്പോൾ ഒരു ആത്മഹത്യയാണോ, അതിനും അപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്ന് സംശയിക്കണമോ എന്ന തരത്തിലൊക്കെയുള്ള പ്രതികരണങ്ങൾ വരുന്നു. വലിയ ദുരൂഹതകൾ ഉണ്ട് എന്ന് പറയുന്നു. എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല എന്നതാണ് മനസ്സിലാകുന്നത്. എങ്കിൽ പോലും പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ടൊക്കെ വരുന്നതിൽ നിന്ന് ആത്മഹത്യ എന്ന നിഗമനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. താങ്കൾക്ക് എന്ത് മനസ്സിലായി? തീർച്ചയായിട്ടും ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു വിശകലനം നടത്തുന്നത്. പക്ഷേ അതിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കുടുംബങ്ങൾ പറയുന്നു, എന്ന് നാം പറയുന്നു എന്ന് പറയുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മുടെ നാട്ടിൽ ആത്മഹത്യയിലേക്ക് നയിക്കാവുന്ന, ഞാനിപ്പോൾ ഇദ്ദേഹത്തിന് മാനസിക പ്രശ്നങ്ങളുണ്ട് എന്നൊന്നുമല്ല ആദ്യമേ പറയുന്നത്, പക്ഷേ നമ്മുടെ നാട്ടിൽ പൊതുവേ ഇത്തരത്തിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ഇപ്പോൾ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാനസിക രോഗം വിഷാദ രോഗമാണ്. അത്തരത്തിലുള്ള ഒരു രോഗാവസ്ഥ ഉണ്ടെങ്കിൽ പോലും നമ്മളിൽ എത്ര പേർ ഇത് തുറന്നു പറയാൻ തയ്യാറാവും, പ്രത്യേകിച്ച് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇത്തരം സാഹചര്യങ്ങളിൽ സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ, നമുക്ക് ഒരു വ്യക്തി, നമുക്കെല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈൽ അറിയാവുന്നതാണ്. സമൂഹത്തിൽ വളരെ ഉന്നതസ്ഥാനീയരായ വ്യക്തികൾക്കുൾപ്പെടെ അവരുടെ തൊഴിൽ മേഖലയും മറ്റു മേഖലയിലുമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ധാരാളം ഉണ്ടാകാം എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർ എന്ത് നടപടിയാണ് ഈ സമ്മർദ്ദാതിജീവനത്തിന് സ്വീകരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയില്ല. പൊതുവേ ഈ പറയുന്ന അമിതമായ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ നമ്മുടെയൊക്കെ ചിന്തയിലൊരു പ്രശ്നം ഉണ്ടായേക്കാം. കാരണം പൊതുവേ നമ്മുടെ തലച്ചോറിൻ്റെ ഒരു രീതി എന്ന് വെച്ചാൽ, നമുക്ക് അമിത സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒരു കാര്യമുണ്ടായാൽ നമ്മൾ ഏറ്റവും അതിലെ കുഴപ്പം പിടിച്ച പ്രത്യാഘാതം എന്തായിരിക്കും, പരിണതഫലം എന്തായിരിക്കും എന്ന് മാത്രമേ നമ്മൾ ആലോചിക്കുകയുള്ളൂ. കാരണം നമ്മുടെ തലച്ചോറ് നമ്മുടെ പരിണാമത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ച ഒരു വ്യത്യാസമാണ്. കാരണം ഒരു വാഹനം മുന്നിലേക്ക് വരുന്നത് കണ്ടാൽ നമ്മളെ ഇടിക്കും എന്ന ഒരു ചിന്തയോടുകൂടി തന്നെ നമ്മൾ ചാടി മാറിയാലേ നമുക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുകയുള്ളൂ. അപ്പോൾ ഇത്തരം സമ്മർദ്ദം കൂടുന്ന സാഹചര്യങ്ങളിലൊക്കെ തന്നെ അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള ഏറ്റവും കുഴപ്പം പിടിച്ച ഔട്ട്കമ്മിലേക്ക് ചിന്തിക്കുന്ന ഒരു രീതിയിലാണ് ആൾക്കാർക്ക് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഈ സമ്മർദ്ദ സാഹചര്യങ്ങളിലൊക്കെ തന്നെ ആൾക്കാർ ഇത്തരത്തിലുള്ള ചില ഇപ്പോൾ കേസുകളുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമ്മളിതൊരു ആത്മഹത്യയുടെ നിഗമനത്തിൽ എത്തുകയാണെങ്കിൽ അങ്ങനെ പറയാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് വെച്ചാൽ, ഒരു വലിയ തോതിലുള്ള ട്രാൻസാക്ഷനുകൾ മറ്റുമൊക്കെ നടത്തുന്ന ബിസിനസ് ഹൗസസിലും ബാക്കിയുമൊക്കെ തന്നെ ഇത്തരത്തിലുള്ള മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള അവബോധവും ബാക്കി സംഭവങ്ങളും ഉണ്ടോ എന്നുള്ള വലിയൊരു പ്രശ്നമുണ്ട്. പിന്നെ നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും ഏജൻസികളും മനസ്സിലാക്കേണ്ട ഒരു പരമപ്രധാനമായ കാര്യമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ നമ്മൾ വലിയ സമ്മർദ്ദത്തിലൂടെ കടന്നുപോയ ചില കുറ്റാരോപിതരൊക്കെ തന്നെ ജയിലിൽ വെച്ചും മറ്റു പല സ്ഥലങ്ങളിൽ വെച്ചും ആത്മഹത്യക്ക് ശ്രമിച്ചതും ആത്മഹത്യ പൂർണ്ണമാക്കിയതുമായ പല സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഡോക്ടർ റോയ്, ഇവിടെ ഇപ്പോൾ നോക്കൂ, ഒരു മനുഷ്യനെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന നിരവധിയായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. അത് ചിലപ്പോൾ ഏറ്റവും അടുത്തവർക്ക് പോലും അറിയാൻ പാടില്ലാത്തതുമൊക്കെ ഉണ്ടാകാം. പക്ഷേ അതിന് അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ ഇങ്ങനെ ഒരു ആത്മഹത്യയുടെ ആവശ്യമുണ്ടോ? അത് ഒരു അന്വേഷണം നടന്ന് അതിൻ്റെ ഭാഗമായിട്ടുള്ള റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് അമ്മയെ വിളിക്കാനെന്ന് പറഞ്ഞ ഫോൺ എടുത്തുകൊണ്ട് അദ്ദേഹം പോയി എന്നതാണ് മനസ്സിലാകുന്നത്. അതിനുശേഷം ഒരു ആത്മഹത്യയിലേക്ക് പൊടുന്നനെ പോകേണ്ടുന്ന സാഹചര്യം അവിടെ നടക്കുന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ടല്ലാതെ എന്ത് എന്നൊരു ചോദ്യമില്ലേ? അല്ല, അമ്മയെ വിളിക്കാനാണ് അദ്ദേഹം പോയിരിക്കുന്നത് എന്ന് നമുക്കറിയാം. പക്ഷേ ആ ഒരു ഫോൺ കോൾ ഉണ്ടായിട്ടുണ്ടോ, അതിനുശേഷം എന്താണ് സംഭവിച്ചിട്ടുണ്ടാകുന്നത് നമുക്കറിയില്ല. അവിടെ അദ്ദേഹം ഒറ്റപ്പെട്ടൊന്ന് ഇരിക്കാനാണോ പോയതെന്ന് നമുക്കറിയില്ല. ലഭ്യമായ റിപ്പോർട്ടുകൾ അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ഒരു സ്റ്റാഫ് കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് ചെന്നപ്പോൾ സെക്യൂരിറ്റി അദ്ദേഹത്തെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. കുറച്ച് നേരത്തേക്ക് അദ്ദേഹത്തെ ശല്യപ്പെടുത്തരുതെന്ന് പറഞ്ഞു. 10 മിനിറ്റോളം ആ റൂമിൻ്റെ പുറത്ത് കാത്തു നിന്നപ്പോൾ നമുക്കറിയാവുന്ന പോലെ ഒരു വെടിയൊച്ചയുടെ ശബ്ദം പുറത്തു കേട്ടതായിട്ട് റിപ്പോർട്ടുകളില്ല. അതൊരു സൈലൻസർ ഘടിപ്പിച്ച പിസ്റ്റളായിരുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത്. അതിൽ ഉപയോഗിച്ച ബുള്ളറ്റൊക്കെ വളരെ ക്ലോസ് റേഞ്ചിൽ ഉപയോഗിക്കുന്ന ഒരു ഗണ്ണിൽ നിന്ന് വന്ന ഇമ്പാക്റ്റ് ആയിട്ടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നെഞ്ചിൻ്റെ ഇടതുവശത്തുള്ള 5ാമത്തെ വാരിയിലും ഹൃദയവും തുളച്ചുകൊണ്ടുപോയ ഒരു വെടിയുണ്ടായിരുന്നു അത്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ ഇതിൽ വേറൊരു ചോദ്യമുണ്ട്. അത് കേൾക്കുമ്പോൾ വലിയ ബിസിനസ് ആൾക്കാർക്കുമൊക്കെ ചെറിയ അലോസരമൊക്കെ തോന്നുന്നു. നമ്മളുടെ ഓഫീസിൽ, അദ്ദേഹത്തിൻ്റെ ഒരു ഓഫീസിൽ ഒരു ആയുധമൊക്കെ സൂക്ഷിക്കുന്ന പതിവ് പൊതുവേ ആൾക്കാർക്ക് ഉണ്ടായിരിക്കാം. പക്ഷേ അത്തരം ആയുധങ്ങളൊക്കെ സൂക്ഷിച്ച് കൊണ്ട് അങ്ങനെ സൂക്ഷിക്കേണ്ടതിൻ്റെ
ഒരാവശ്യകത ലൈസൻസ് ഉള്ള തോക്കാണ് എന്നതാണ് പറയുന്നത്. സ്വയരക്ഷയ്ക്കായിരിക്കുമല്ലോ അതപ്പോൾ. നോക്കൂ, അദ്ദേഹത്തിൻ്റെ കോർപ്പറേറ്റ് ഓഫീസിലെ അദ്ദേഹത്തിൻ്റെ സ്വയരക്ഷയെ ഭയപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ചിന്തയെങ്കിലും ഉണ്ടെങ്കിൽ അതിനായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ അത്ര കൃത്യമായിട്ട് എടുക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഓഫീസിൽ പോലും അദ്ദേഹത്തിൻ്റെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം വീട് കഴിഞ്ഞാൽ ചിലപ്പോൾ വീടിനേക്കാൾ അദ്ദേഹത്തിൻ്റെ ഓഫീസായിരിക്കും. അവിടെ വരെ അദ്ദേഹത്തെക്കുറിച്ച് ഒരു ആരോപണങ്ങളോ മറ്റോ ഒന്നും ഉണ്ടായിട്ട് നമുക്ക് അറിയില്ല. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരും ഈ ലൈസൻസ്ഡ് വെപ്പൺസും ഒക്കെ ഉപയോഗിക്കുന്നത് അത് പ്രൊഫഷൻ്റെ മറ്റോ ഒക്കെ ഭാഗമായിരിക്കും. ഓക്കെ, ഇവിടെ ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് പറഞ്ഞു നിയമപരമായി അല്ലെങ്കിൽ എല്ലാം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് തന്നെയാണ് ഇപ്പോൾ ഈ റെയ്ഡ് നടത്തിയിട്ടുള്ളതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. അത് ആ രീതിയിൽ തന്നെയാണ് എന്ന് നമ്മളോടുള്ള പാനലിസ്റ്റും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ നോക്കൂ റോയ്, ഒരു 3 ദിവസം ഇദ്ദേഹം വിദേശത്തായിരുന്നു, അദ്ദേഹത്തെ വിളിച്ചു വരുത്തുകയാണ്. ഇതിനു മുൻപും EDയുടെ പരിശോധനകൾ ഉണ്ടായിട്ടുണ്ട്. ആദായ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള പരിശോധനകൾ നിരന്തരമായി ഉണ്ടായി വരുന്നു എന്നതാണ് ആ കുടുംബം പറയുന്നത്. അത് സ്വാഭാവികവുമായിരിക്കുമല്ലോ. വിദേശത്തു നിന്ന് വിളിച്ചു വരുത്തുന്നു, 3 ദിവസം ഈ റെയ്ഡിന്റെ ഭാഗമായി അദ്ദേഹത്തിന് അവിടെ തുടരേണ്ടി വരുന്നു. അദ്ദേഹത്തെ പോലെ ഒരു ബിസിനസ്മാന് ഇടയ്ക്കിടയ്ക്ക് ഇതിനോട് ഈ രീതിയിൽ സഹകരിക്കേണ്ടി വരുന്നു എന്നത് പറയുന്നത് പോലും വലിയ സമ്മർദ്ദം ഉണ്ടാക്കുന്നതായിരിക്കില്ല. അദ്ദേഹം എന്തൊക്കെ ഡീൽ നടത്താനായിരിക്കും, അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള ചർച്ചകൾക്ക് വേണ്ടി മാറ്റിവെച്ച സമയമായിരിക്കും, അതൊന്നും നടക്കാതെ വരുന്നു. അത് അദ്ദേഹത്തിന്റെ ബിസിനസിനെ ബാധിക്കില്ല. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒളിക്കാനുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ നിയമപരമായി കാര്യങ്ങൾ നടക്കുന്നു എന്നതുകൊണ്ടോ ഒരാൾക്ക് സമ്മർദ്ദം ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. നിരന്തരം ഇത്തരം സമയം ഇതിനുവേണ്ടി നീക്കിവെക്കുന്നു എന്നത് തന്നെ നിമിഷങ്ങൾക്ക് വിലയുള്ള ഒരു ബിസിനസ്മാനെ സംബന്ധിച്ച് ചിലപ്പം വലിയ സമ്മർദ്ദത്തിന് കാരണമായിട്ടുണ്ടാകാം. അല്ല, ഒരു വ്യക്തിക്ക് എന്താണ് സമ്മർദ്ദം ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. മറ്റൊരു വ്യക്തിക്ക് ഉണ്ടാകുന്ന സമ്മർദ്ദം എനിക്കൊരു സമ്മർദ്ദമായിരിക്കണമെന്നില്ല. അതുപോലെ തന്നെ എനിക്കുണ്ടാകുന്ന സമ്മർദ്ദം മറ്റൊരു വ്യക്തിക്കാണ്. ഇപ്പോൾ ഞങ്ങൾ ഡോക്ടർമാരോടൊക്കെ പലരും പുറത്തുള്ളവർ പറഞ്ഞ് നിങ്ങൾ കാഷ്വാലിറ്റി നിൽക്കുമ്പോൾ വലിയ സമ്മർദ്ദമല്ലേ നിങ്ങൾക്കെന്നുള്ളത്. യഥാർത്ഥത്തിൽ നിങ്ങൾ ടെൻഷൻ അടിച്ചുകൊണ്ടാണ് കാഷ്വാലിറ്റി നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി ജോലി ചെയ്യാൻ സാധിക്കുന്നത്. നമുക്ക് അത്രയും ടെൻഷൻ പറ്റില്ല നമ്മൾ പരിചയിച്ച ഒരു ജോലിയാണെങ്കിൽ. പക്ഷേ അത്തരത്തിൽ ഈ നിരന്തരം ഒരു സംവിധാനങ്ങൾ ഒരു മനുഷ്യൻ്റെ പുറത്ത് പ്രഷർ ഇടുക എന്നുള്ളത് അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് നമുക്കറിയില്ല. പക്ഷേ എനിക്കതിൽ പറയാനുള്ളത് അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ ഒരു മാനസികാരോഗ്യ സംവിധാനങ്ങൾ അവിടെ ഉണ്ടാകണം. ഇപ്പോൾ ഒരു ഹൈ പ്രൊഫൈൽ റെയ്ഡുകളൊക്കെ നടത്തുമ്പോൾ ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു വ്യക്തി ഇത്തരത്തിൽ ഒരു റെയ്ഡിൻ്റെ ഇടയിൽ ഒരു മുറിയിലേക്ക് ഒറ്റപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നടക്കുന്ന ഒരു റെയ്ഡാണ്, അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. എന്തിനാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഒരു കുറ്റാരോപിതൻ എന്നുപോലും ഇദ്ദേഹത്തെ നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ നിങ്ങൾ അങ്ങനെ ഒരു വീട്ടിലേക്കോ ഒരു സ്ഥാപനത്തിലേക്കോ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള വ്യക്തികളുടെ സുരക്ഷ യഥാർത്ഥത്തിൽ ഈ പറയുന്ന സംവിധാനങ്ങൾ, അന്വേഷണ ഏജൻസികൾ ഉറപ്പുവരുത്തേണ്ടതല്ലേ എന്നൊരു വലിയ ചോദ്യം നിലവിലുണ്ട്. ഇപ്പോൾ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ചർച്ച വന്നത് രാജൻ പിള്ളയുടെ മരണവുമായി ബന്ധപ്പെട്ട വളരെ നിർഭാഗ്യകരമായി നടന്നൊരു സംഭവം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്രയോ നിസ്സാരമായ കേസുകൾ അദ്ദേഹത്തിൻ്റെ പുറത്തുണ്ട്. പക്ഷേ രാജൻ പിള്ളയുടെ മരണത്തിന് ഒരു ഗുണമുണ്ടായത് നോക്കൂ, മരണം കൊണ്ട് ഗുണമുണ്ടായെന്ന് പറയുന്നത് ഒട്ടും തന്നെ ശരിയല്ല, ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ ഇന്ത്യയിലെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയിൽ നിങ്ങളൊരു സാധാരണ തടവുപുള്ളിയായിട്ട് പോലും ജയിലിലെത്തിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അവർക്ക് ഇന്ന് കിട്ടുന്ന ഒരു ആരോഗ്യ പരിരക്ഷ, കുറച്ച് നാളെ ഞാൻ ഔദ്യോഗികമായ ഒരു പദവിയിലുണ്ടായിരുന്നപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരുടെ ഒരു ചാർജ് ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അവരുടെ കാര്യത്തിൽ എത്ര പെട്ടെന്നാലും ഇൻവെസ്റ്റിഗേഷനുകളും ബാക്കി സംഭവങ്ങളും വൈദ്യചികിത്സയും നൽകണമെന്നുള്ള ഒരു നിയമത്തിൻ്റെ വലിയ ഒരു മാറ്റമുണ്ടായത് ആ സംഭവത്തിന് ശേഷമാണ്. അപ്പോൾ ദൗർഭാഗ്യകരമായ ഇത്തരം ഒരു സംഭവം വേണ്ടി വന്നു നമുക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ. ശരി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.